ഒരു ബസ് പോലും വരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. ഈ റോഡിനാകെ ഒരൊറ്റ ബസ്സുള്ളൂ. എന്തൊരു ഒന്നുമില്ലേ? നിങ്ങൾ എന്താ ഇവിടെ നിൽക്കണത് വെറുതെ? ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്യാം. ബസ് വരാണ്ട് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. നിങ്ങളെ വീട് എവിടെയാണ്? വീട് 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 ഇവിടെ ഒന്നുമില്ല, ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി അല്ല, ചങ്ങനാശ്ശേരി. അവിടെ വീട്? അവിടെ ഒരു അമ്പലമില്ലേ ചങ്ങനാശ്ശേരിയിലെ അമ്പലം? ആ ഉണ്ട്. പള്ളി 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 അതെ അതെ ഉണ്ട്, പള്ളിയുണ്ട്. മുറുക്കാൻകട? അതെ, കറക്റ്റ്. അവിടെ വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുള്ളല്ല, ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, അതിനെ കൊണ്ട് അല്ല. പിന്നെ എന്താ കാലിന്റെ മുകളിൽ ചാണകം ചവിട്ടിയിട്ട് കഴുകാത്ത? ചാണകല്ല, അത് ഷൂ ആണ്, ബാറ്റയുടെ ഷൂ ആണ്. ആണോ? അത് എവിടുന്ന് വാങ്ങിയതാണത്? ബാറ്റിന്റെ ഷോറൂമിൽ. ആണോ? ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലോ, നല്ല ഷൂ ആണ്. ആണോ? ഇത് എവിടുന്ന് മേടിച്ചാ? ഇത് ആലുക്കാസ് ജ്വല്ലറി, കോഴിക്കോട്. ആലുക്കാസ് ജ്വല്ലറി സ്വർണ്ണക്കടയല്ലത്, അവിടെ എങ്ങനെ ഷൂ ഉണ്ടാവുക? അവിടെ ആളുകൾ വെച്ചിട്ട് പോകും, ഞട്ടുണ്ട് വരും. ഷർട്ട് നല്ല രസമുണ്ടല്ലോ. ഡോണ്ട് ടച്ച്. ഡോണ്ട് ടച്ച്. ഇത് ഷർട്ടല്ല, ഷർട്ടാണ്. ഇത് എവിടുന്ന് വാങ്ങിയതാണത്? ഇത് ബോംബെ ഡാങ്. അതെന്താണ് സംഭവം? ബോംബെ ഡാങ് ഒരു ഷോറൂമാണ്, മേടിച്ചാണ്. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. സാറായില്ലേ? ഇത് എവിടുന്ന് മേടിച്ചാ? ഗുരുവായൂർ അമ്പലം, ഗുരുവായൂർ സിറ്റി. ഗുരുവായൂർ അമ്പലം? ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ തൊഴാനല്ലേ പോവാ? ആളുകൾ പുറത്തേച്ചിട്ടോ ഞെട്ടോണ്ട് വരും. അങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. തൊഴിലല്ലേ? അല്ല, നിങ്ങളെ നാട്ടില് കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോണ എന്തെങ്കിലും ഒരു പരിപാടി അവിടെ ഉണ്ടാവാറുണ്ടോ? എന്ത്? കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോണ പരിപാടി എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ അവിടെ നാട്ടിൽ? അവിടെ ഇവിടുത്തെ എല്ലാ സ്ഥലത്തും നടക്കുന്നല്ലേ കല്യാണം കഴിഞ്ഞ മുന്നേ പെണ്ണ് കാണാൻ പോലെ തന്നെ? അത് കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് കാണാൻ പോയാൽ പോരല്ലേ? അതല്ലേ തകരാറാ? ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, വീട്ടിന്റെ അടുത്തുള്ളവരൊക്കെ, എനിക്ക് തലയ്ക്ക് എന്തോ ഒരു സുഖമുണ്ടെന്ന്. അമ്മയ്ക്ക് അച്ഛനും വലിയൊരു കുഴപ്പമില്ല. ഒരു പറയുന്നുണ്ട് അനക്കൊന്നുമില്ല, അങ്ങനെയുള്ള തകരാറൊന്നും ഇല്ല എന്ന്. അപ്പൊ അവർക്കും തകരാറായിരിക്കും അല്ലേ? അല്ല, നിങ്ങളവിടെ പെണ്ണാണോ പോണ പരിപാടി ഉണ്ട്? മുടിയൊക്കെ നരച്ചിട്ട് മിണ്ടാണ്ട നിക്കണ. മുടി എന്റെ മുടിയാണോ? എന്റെ സൗകര്യത്തിന് നിൽക്കും. താനത് രാവിലെ തന്നെ വെറുപ്പിക്കാൻ നിൽക്കുന്നത്, അല്ലാതെ തന്നെ ബസ് വരാത്ത ദേഷ്യം പിടിച്ചിരിക്കാൻ. ഓരോ കുരിശുകൾ വന്ന് പാന്റിന്റെ ബാക്കിൽ വള്ളി വെറുപ്പിക്കുന്നേ. ഷർട്ടിന്റെ കുടുക്ക് പൊട്ടിട്ട് മിണ്ടിയില്ല. മൂക്കൊക്കെ അടിച്ചാൽ പൊടിച്ചാണ് ഞാൻ പറഞ്ഞ. അല്ല, നിങ്ങൾ അവിടെ പെണ്ണാണോ പോണ പരിപാടി ശരിക്കും കല്യാണത്തിന് മുമ്പ്? ഇവിടെ എന്നോടല്ലോ പറഞ്ഞത്. ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയില്ല. എവിടെ? ഞാനൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഭയങ്കര പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ പിന്നെ ഞാൻ പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു ഞാൻ ഇപ്പുറത്തെ മറ്റേ മുറത്തിന്റെ ഒരൊക്കെ ആളാണെന്ന്. മുറല്ല, തലമുറ. ഇപ്പോഴത്തെ തലമുറന്റെ അതാണ് ഞാൻ. അപ്പൊ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ പെണ്ണ് ചായയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച്. ചായ കൊണ്ടുവച്ചു. അപ്പൊ എനിക്ക് എന്തൊക്കെയോ ഒരു എനിക്ക് എന്തൊക്കെയോ എനിക്ക് തകരാറ്, ഒരു രോമാഞ്ചൊക്കെ. നിങ്ങൾ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ എങ്ങനെ രോമാഞ്ചം? എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായി. എനിക്ക് പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ അതുണ്ടായി. അപ്പം പെണ്ണിനോട് എന്താ ചോദിക്കാൻ നിന്റെ സ്നേഹിതന്മാര് പറഞ്ഞു. മര്യാദയാണല്ലേ? അപ്പൊ ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു പെണ്ണിനോട്. എന്ത് ചോദിച്ചു? പെണ്ണിനോട് അപ്പം തന്നെ ചോദിച്ചു, ചായ കൊടുത്തുന്ന അപ്പം തന്നെ. എന്താ ചോദിച്ചു? ചായക്ക് കൂട്ടാനൊന്നുമില്ല. അപ്പൊ ഒരു കയറി അങ്ങനെയല്ല ചോദിക്കണ്ടേ, എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ തന്നെ ഞാൻ പെണ്ണിനോട് ചോദിച്ചു, എത്ര എക്സ്ക്യൂസ് മീ, എങ്ങനെയുണ്ട് എക്സ്ക്യൂസ് മീ, എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അവള് വരാ ഡിഗ്രി തോറ്റുവെന്ന്. ഡിഗ്രി തോറ്റു എന്നോട്. നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു. ഡിഗ്രി പെട്ട പെൺകുട്ടി വീട്ടിലിരിക്കുകയാണോ? SSLC രണ്ടാമതും ജയിക്കണ്ടേ? മീശ കറുപ്പിച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കുകയാണല്ലേ? മീശ കറുപ്പിക്കാൻ എന്റെ ദേഹത്തുള്ള പല നീ അന്വേഷിക്കണ്ട. ഞങ്ങളത് വലിയ ഉടല്, ചെറിയ തലി, സോഡക്കുപ്പിന്റെ മുകളിൽ പൂനാരങ്ങ വെച്ചമായി. എന്താ കുഷ്ടുണ്ടോ? ഷൂ മാത്രമായിട്ട് മുണ്ടോട്ടിന്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ തല നിങ്ങൾക്ക് എന്താ പണി? എന്താ ജോലി? എന്താ നിങ്ങൾക്ക് ജോലി? എന്താണ് ജോലി? ഞാൻ മെഡിക്കൽ റെപ്പാണ്. ആണോ? എന്റെ ജോലി എന്താ അറിയില്ല? പറ്റിക്കൽ റാപ്സ്. ഐ ആം പറ്റിക്കൽ റാപ്സ്. പറ്റിക്കൽ റാപ്സ്? അതെ. അതെന്താ സംഭവം? ജനങ്ങളെ. അത് ശരി, തന്നെ കണ്ടപ്പോ തന്നെ ഒരു ഫ്രോഡ് ലുക്ക് ഉണ്ട്. അല്ല, അങ്ങനെയല്ല നിങ്ങൾ വിചാരിച്ച എന്താണ്? ബ്രോയിലർ അല്ല, ഫ്രോഡ്. അതല്ല, ഇത് ജനങ്ങളെ രസകരമായി പറ്റിക്കുക.
രസകരമായിട്ട് ശരി, ഒരു ത്രില്ലർ രസകരമായിട്ട്. അതായത് ഞാൻ ഇപ്പൊ അടുത്തൊരു ഒരാളെ പറ്റിച്ചു. ഞാൻ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ബസ് കയറി ടിക്കറ്റ് ഒക്കെ എടുത്തു, സീറ്റിലിരുന്നു. ടിക്കറ്റ് കണ്ടക്ടർക്ക് കൊടുത്ത് പൈസ കൊടുത്ത് സീറ്റിലിരുന്നു. ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടക്ടർ അറിയാതെ ഞാൻ മലപ്പുറത്ത് ഇറങ്ങിയിട്ട് കണ്ടക്ടറെ പറ്റിച്ചു. അതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതിനുശേഷം വേറൊരു അങ്ങനെ ഒരു ദിവസം ഒരു കൊച്ചും ഒരമ്മയും കൂടെ നടന്നു പോവാ. അപ്പൊ കൊച്ചൊരു കല്ലെടുത്തൊരു ഏറ് മുന്നോട്ടെറിഞ്ഞ സമയത്ത് അമ്മയുടെ ഇവിടെ തട്ടിയപ്പോ അമ്മ തിരിഞ്ഞു നിന്നിട്ട് ആരാടെ എറിഞ്ഞേന്ന് നിങ്ങളാണെങ്കിൽ എന്താ പറയാ? ഞാനല്ല പറയും. ഞാൻ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? അഭിമാനത്തോടെ നല്ല പറ്റിക്കാൻ പറ്റുള്ളൂ, കബളിപ്പിക്കാൻ പറ്റുള്ളൂ. എത്ര ഇടി കിട്ടിയത്? ഇടി കിട്ടിയാൽ എന്താ കബളിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് കബളിപ്പിക്കൽ പഠിക്കണോ? വളരെ എന്റർടൈൻമെന്റ് ആണ് ഇത്. നല്ല സിമ്പിൾ ആണ്, ഒന്ന് പഠിച്ചാൽ കൊള്ളാം. അതായത് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറയണം തരാനുള്ള പൈസ തരാൻ. ആരെങ്കിലും വരുന്ന സമയത്ത് തരാനുള്ള പൈസ തരാൻ. ഞാൻ വെറുതെ പറഞ്ഞാൽ മതി. വെറുതെ ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഇപ്പൊ 500 രൂപ ഉണ്ട്. 500 രൂപ. അപ്പൊ ആര് വരുന്ന സമയത്ത് കാണോ 500 രൂപ എന്റെ കയ്യിൽ ആര് തരാനുള്ള പൈസ തരാൻ. അപ്പൊ ഞാൻ എന്താ പറയാ? തരൂലെന്ന്. അപ്പൊ അയാളെ പറ്റിക്കാൻ നോക്കാം. അങ്ങനെ ആരാ മറ്റേ വരുന്ന ആളെ ഒരാൾ വരുന്നുണ്ട്. അടിച്ച് നോക്ക്. തരാനുള്ള 500 രൂപ തരൂല. മിസ്റ്റർ, എന്തിനും വേണം ഒരു മാന്യത. എന്താ പ്രശ്നം? സാറേ, എനിക്ക് തരാനുള്ള 500 രൂപ തരുന്നില്ല. ഇവരുടെ കയ്യിൽ കാശുണ്ട്. 500 തരാനുണ്ട്. തന്റെ കയ്യിൽ കാശുണ്ട്, എനിക്ക് തരുന്നില്ല. ഹലോ ഹലോ, കയ്യിൽ കാശുണ്ടോ? കയ്യിൽ കാശുണ്ടോ? അയാളുടെ 500 രൂപ കടം വാങ്ങിനെ. ആ കാശ് കയ്യിലുണ്ടോ? തിരിച്ചു കൊടുക്കാൻ കയ്യിലുണ്ടോ? കയ്യിലുണ്ട്, 500 രൂപ കയ്യിലുണ്ട്. വേറെ ഒരു ആവശ്യമില്ല, പൈസനെ കൊണ്ട് വേറെ ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. കൊടുക്കാത്ത എന്താ? കൊടുക്കൂല. അതന്നെ കൊടുക്കില്ല. ആ പൈസ കൊടുക്കില്ല. ഇല്ല. മേടിച്ച പൈസ തിരിച്ചു കൊടുക്കൂല. അതാ പറഞ്ഞ എന്തിനും ഒരു മാന്യത വേണം. 500 രൂപ കടം വാങ്ങിനി ഞാൻ അന്നാളെ ഒരു മീൻ വാങ്ങാൻ. ഇതന്നെ 500 അല്ലേ? എന്തിനും വേണം ഒരു മര്യാദ. 2 3 4 5 ഓക്കെ. 1 2 3 എന്തിനും വേണം ഒരു മാന്യത. 200 രൂപ ഞാൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, 200 കമ്മീഷൻ. ഓക്കെ, നല്ലല്ലേ? തൃപ്തിയായില്ലേ? ബഹളം ഉണ്ടാക്കല്ലേ? ഓക്കെ. മന്ന ബുദ്ധിയിലെ പോയതില്ല. എന്താണ് മന്നബുദ്ധി? 200 രൂപ പോയാലോ അയാള് മന്നബുദ്ധി. എന്തായാലും 200 പോയത് പോയി. ബാക്കി 300 കൂടെ. 300 രൂപ ബാക്കിയുള്ളത്. ഏത് 300? നമ്മള് കളിക്കാൻ കളിച്ചില്ലേ? കളിക്കാൻ എന്ത് കളിക്കല്? ആർക്ക് 300? എന്ത് 300? 500 രൂപ ഞാൻ തന്നിട്ട് 200 രൂപ കമ്മിച്ചെടുത്ത് ബാക്കി 300 എൻ്റെ അടുത്തല്ലേടാ. എന്താ പ്രശ്നം? ഞാൻ അയാൾക്ക് എത്ര കൊടുക്കാനുള്ളത്? അയാൾക്ക് എത്ര കൊടുക്കാനുള്ളത്? ഞാൻ 500. അയാൾ എത്രയാ കൊടുത്തത്? 300. ബാക്കി 200 രൂപ കൊടുക്കാല്ലേ? അതെ. അത് നാളെ തരാന്ന് പറഞ്ഞതാ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ പ്രശ്നം? നാളെ തരാം.